സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസ് കട്ടപ്പുറത്തേക്ക്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആംബുലൻസ് സർവീസിന്റെ നടത്തിപ്പുകാർ മാറിയിട്ടും സ്ഥിതിയിൽ മാറ്റമില്ല. 50ഓളം വരുന്ന ആംബുലൻസുകളിൽ ഭൂരിഭാഗവും പരിതാപകരമായ സ്ഥിതിയിലാണുള്ളത്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ഒക്ടോബർ 15-ന് ആന്ധ്രയിൽ നിന്നുള്ള GVK EMRI എന്ന കമ്പനി 108 ആംബുലൻസ് സർവീസിന്റെ കരാർ ഏറ്റെടുത്തത്. 3 മാസം കഴിഞ്ഞിട്ടും സുഗമമായ രീതിയിൽ സർവീസ് നടത്താൻ കമ്പനിക്ക് ഇനിയുമായില്ല. 6 മാസത്തെ കരാർ കാലാവധി പകുതി പിന്നിട്ടിട്ടും സർക്കാരും മതിയായ നടപടികൾ എടുത്തില്ല. നേരത്തതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം താഴ്ന്ന രീതിയിലാണ് നിലവാരം, വളരെയധികം താഴ്ന്ന രീതിയിലാണ്. വളരെയധികം കാരണം കഴിഞ്ഞ മുന്നേ ഉള്ള കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്പോട്ടിൽ എത്താൻ പറ്റുമായിരുന്നു, അത്രയ്ക്ക് എഫിഷ്യൻ്റായിട്ട് പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും അത്രയധികം സാറ്റിസ്ഫൈഡും അല്ല. പാങ്ങമ്പാറയിലെ ഈ വർക്ക്ഷോപ്പിൽ എഞ്ചിൻ കേടായോ മറ്റു അറ്റകുറ്റപ്പണികൾക്കായോ ഇതുപോലെ ദിവസവും 1-ൽ കൂടുതൽ ആംബുലൻസുകൾ എത്താറുണ്ട്. ആംബുലൻസുകളുടെ അറ്റകുറ്റപ്പണികൾ മന്ദഗതിയിൽ തന്നെ. ദിവസവും 5 വണ്ടിയെങ്കിലും കേടാകും. ആംബുലൻസുകളിലെ GPS വയർലെസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ടയർ, ആംബുലൻസുകളുടെ ഉൾവശം, സൈറൺ, അലാറം എല്ലാം ഉപയോഗശൂന്യം. ആംബുലൻസുകളിൽ അണുവിമുക്ത സംവിധാനമില്ലാത്തത് രോഗികളെപ്പോലെ തന്നെ ജീവനക്കാർക്കും ഭീഷണിയാണ്. വണ്ടിയിൽ കൃത്യമായൊരു ഫ്യൂമിഗേഷൻ അഥവാ അണുവിമുക്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്ന സർവീസിൽ അതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇല്ല. നമ്മുടെ സർവീസിൽ അത് കൃത്യമായി കിട്ടുന്നില്ല. മറ്റേ കൃത്യമായിട്ട് ഓരോ മാസവും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. ഇതിലൂടെ നമ്മുടെ വീട്ടിൽ കയറുന്നവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട്, ഇങ്ങനെ ഈ ഒരു അണുവിമുക്തമാക്കാത്തത് കൊണ്ട്. കൺട്രോൾ റൂമും അവതാളത്തിൽ. മതിയായ ജീവനക്കാരില്ലാതെയാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. 108 ടോൾ നമ്പറിൽ വിളിച്ചാലുടൻ കിട്ടേണ്ട എമർജൻസി ആംബുലൻസ് സർവീസ് നഗരത്തിലായാൽ പോലും കിട്ടുന്നത് അരമണിക്കൂർ കഴിഞ്ഞ്. കൺട്രോൾ റൂമിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുന്നത് വൈകുന്നത് കാരണം ആംബുലൻസ് സമയത്തിനെത്തുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. ആംബുലൻസ് വൈകിയെത്തിയത് കാരണം പലയിടത്തും ജീവനക്കാരെ നാട്ടുകാർ കയ്യേറ്റം ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ബ്രേക്കില്ലാതെ സർവീസ് നടത്തിയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട സംഭവവുമുണ്ടായി. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പോട്ടിലേക്ക് എത്താനായിട്ട് കുറച്ചധികം സമയമെടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കൺട്രോൾ റൂമിൽ കോള് ചെന്നിട്ട് നമുക്ക് തരുന്നതിലുള്ള ഒരു ചെറിയ ഒരു അപാകതയാണ്. സമയത്തിലുള്ളൊരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് കൃത്യസമയത്ത് എത്താത്തത്. അതുമൂലമാണ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്റ്റാഫുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വളരെ അധികം പ്രശ്നങ്ങളാണ് സ്റ്റാഫുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നത് കാരണം സ്റ്റാഫുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പ്രശ്നങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം ഒരു സംസാരിച്ച ഉടക്കുകളും പ്രശ്നങ്ങളുമാണ് വരുന്നത്. പല സ്ഥലങ്ങളിലും പോയി സംസാരിച്ച് സ്റ്റാഫുകൾക്ക് മുഷിയേണ്ടയും തല്ലുകൊള്ളേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആംബുലൻസുകളിലേക്ക് ആവശ്യമായ മരുന്നുകളും അവശ്യവസ്തുക്കളും സമയത്തിനെത്തിക്കുന്നില്ല. കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാതെയാണ് കമ്പനി മുന്നോട്ടു പോകുന്നത്. ആംബുലൻസ് ഏറ്റെടുക്കുമ്പോൾ ആര് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന കാര്യത്തിലെ തർക്കമാണ് സർവീസ് മന്ദഗതിയിലാവാൻ കാരണം. കരാറെടുക്കുന്ന സമയത്ത് അറ്റകുറ്റപ്പണികൾ തീർത്താണ് തങ്ങളെ ഏൽപ്പിക്കേണ്ടിയിരുന്നതെന്നാണ് EMRIയുടെ വാദം.
അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള സർവീസുകൾക്ക് മാസം സർക്കാർ 1,17,000 രൂപയാണ് നൽകുന്നത്. ആംബുലൻസുകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തേണ്ട കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ നടപടിയൊന്നുമില്ല. 2 ആഴ്ച കൂടുമ്പോഴുള്ള മെയിന്റനൻസ് പ്രോട്ടോകോൾ ഷീറ്റ് പരിശോധനയും നടന്നില്ല. നേരത്തെ സർവീസ് നടത്തിയിരുന്ന ചികിത്സാ കമ്പനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലാണ് അവരുടെ കരാർ കാലാവധി കഴിഞ്ഞ ഉടനെ പുതിയ ടെൻഡർ വിളിച്ചത്. 2010 മെയ് 19-നാണ് 25 ആംബുലൻസുകൾ ഇറക്കി 108 എമർജൻസി മെഡിക്കൽ സർവീസ് ആരംഭിച്ചത്. ഇപ്പോൾ ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലായി 43 ആംബുലൻസുകളാണുള്ളത്. ഈ ആംബുലൻസുകൾ തുരുമ്പെടുക്കും മുമ്പ് ആരോഗ്യവകുപ്പ് ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. സ്വകാര്യ ആംബുലൻസുകളുടെ ചൂഷണത്തിനെതിരെ ഇത്തരം സൗജന്യ സർവീസുകൾ നിലനിർത്തേണ്ടതാണ്.